ഹായ്, കുറേ കാലമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രമാണ് ചെയ്യാറുള്ളത്. ഇന്ന് എന്തായിരുന്നാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ അറിയോ, നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ നോർമലി ഓർഡർ എടുക്കുന്നത് വെബ്സൈറ്റ് ത്രൂ ആണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് www.dreamsbasket.com. അപ്പോൾ വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുന്നവർ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 100-ലധികം വീഡിയോസ് നമ്മളുടെ കണ്ടീഷൻസ് കൃത്യമായി പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വെബ്സൈറ്റിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ക്ലിയറായി തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും കുറേ കാലം കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും കുറച്ച് പേര് നമ്മുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു അവയർനെസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ടാവും. നിങ്ങളുടെ ഓർഡർ ഇവിടെ കൺഫേമായി 10 to 15 വർക്കിംഗ് ഡേയ്സിലാണ് നിങ്ങളുടെ പ്ലാൻസ് അയക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓർഡർ ചെയ്ത് ഏതാണ്ട് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു, ഞങ്ങൾ ക്യാഷ് അടച്ചു, പക്ഷെ ഞങ്ങൾക്ക് ഒരു അപ്ഡേഷനും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻസുകൾ കാണുന്നുണ്ട്. സോ ഓർഡർ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് 10 to 15 വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻസ് അയക്കുക എന്നുള്ള കൺഫർമേഷൻ മെസ്സേജ് ടെസ്റ്റ് മെസ്സേജായിട്ട് ഓർഡർ ഐ ഡിയോടൊപ്പം വരുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 100ഓളം വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വെബ്സൈറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും വീണ്ടും ഓർഡർ ചെയ്തിട്ട് ഒരു 2 ദിവസം ആകുമ്പോൾ വന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോൾ നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ദയവായിട്ട് മനസ്സിലാക്കുക, നമ്മളുടെ ഒരു സർവീസ് പീരീഡ് ഉണ്ട്. ആ പീരീഡിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എൻക്വയറി ചെയ്തോളൂ. ദയവായിട്ട് സർവീസ് പീരീഡ് വരെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. കാര്യം അങ്ങനെ പറ്റില്ല, നമുക്കറിയാതെയാണ് ഓർഡർ ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസലേഷന് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. കാര്യം ഇത് വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം, ചില മാസങ്ങളിലൊക്കെ നമുക്ക് അവധികൾ കൂടുതൽ വരും. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് അവധികൾ കൂടുതലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദുഃഖവെള്ളി, അതുപോലെ വിഷു, ഇതൊക്കെ ആഴ്ചയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വർക്കിംഗ് ഡേ വരുന്നത് ചെടികളുടെ സേഫ്റ്റി മാനിച്ച് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസങ്ങളിലാണ് ആഴ്ചയിൽ നമ്മൾ കൊറിയർ അയക്കുക. ആ കൊറിയർ അയക്കുമ്പോൾ തന്നെ അതിലിപ്പോൾ ചൊവ്വയോ ബുധനോ ഒക്കെ അവധി വരുവാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നിലുള്ള 2 ദിവസങ്ങളൊക്കെ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റാത്ത വർക്കിംഗ് ഡേ അല്ലാതായി മാറുകയാണ്. അപ്പോൾ വർക്കിംഗ് ഡേയിൽ നല്ല കുറവ് വരും. അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായി 10 to 15 വർക്കിംഗ് ഡേയ്സ് എന്ന് മെൻഷൻ ചെയ്ത് തന്നെ നമ്മൾ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് തരുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ ഓഫർ ചെയ്യുന്ന 10 to 15 വർക്കിംഗ് ഡേയ്സിൽ അയക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ റീൽസിലൂടെയോ സ്റ്റോറിയിലൂടെയോ നിങ്ങൾ വിവരം അറിയിക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഒരു ലോഡിൽ നമുക്ക് വന്ന കോറൽ ബെറി പ്ലാന്റുകൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് റീൽസിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, ഇന്ന പ്ലാന്റുകൾ നമുക്ക് അടുത്ത ലോഡിൽ അയക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കിട്ടും. വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളത് കാര്യം. അങ്ങനെ ഏതെങ്കിലും പ്ലാന്റിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. നമ്മളെ വീഡിയോസിലൂടെയാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ഞങ്ങളെ അറിയുന്നത് ഞങ്ങളുടെ വീഡിയോസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് അപ്ഡേഷനും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോസിലൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ വീഡിയോസ് ശ്രദ്ധിക്കുക, ഓർഡർ ചെയ്യുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോസ് ശ്രദ്ധിക്കുക, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കുക. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണ്, ഡേയ്സ് അല്ല വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ സർവീസ് പീരീഡ് പറയുന്നത്. ആ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എൻക്വയറി ചെയ്യുക. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക എന്നുള്ളത് കസ്റ്റമറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്. കാര്യം നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയും DTDC ഒക്കെ ആവശ്യപ്പെടുന്നവർക്ക് DTDC കൊറിയർ വഴിയൊക്കെ ആയിരിക്കും അയക്കുക. അങ്ങനെ അയക്കുമ്പോൾ കൊറിയർ അവിടെ എത്തുമ്പോൾ നിങ്ങൾ കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ID, കൊറിയർ ട്രാക്കിംഗ് ID ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ്
നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊറിയർ ട്രാക്ക് ചെയ്യാനും അത് സമയത്തിന് തന്നെ കളക്ട് ചെയ്യാനുമാണ്. അപ്പോൾ ചെടികൾ ഓർഡർ ചെയ്യുന്നവർ കുറച്ച് ഉത്തരവാദിത്തം അതിലൂടെ കാണിക്കുക. കാര്യം നമ്മളുടെ പോർഷനിൽ നിന്ന് നമുക്ക് ചെടികൾ പാക്ക് ചെയ്ത് അയക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് കളക്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഹോം ഡെലിവറി ആയിരിക്കില്ല. കാര്യം ഇപ്പോൾ നമ്മൾ ഹോം ഡെലിവറി ഇല്ലയെന്ന് തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്യുന്നത്. എന്നിരുന്നാലും പല സ്ഥലങ്ങളിലും ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ പാട്ടല്ല. കൊറിയർ ഓഫീസ് എന്ന് വെച്ചാൽ അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അവർക്ക് അവരുടേതായ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോം ഡെലിവറി അഷ്വറൻസ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മുടെ വീഡിയോസിലും വെബ്സൈറ്റിലും എല്ലാം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമ്മൾ ഹോം ഡെലിവറി പറയുന്നില്ല. കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക എന്നുള്ളത് കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ കളക്ട് ചെയ്യാനായിട്ട് കൊറിയർ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡിലേ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ മെയിൽ സപ്പോർട്ട് എടുക്കാം. ശ്രദ്ധിക്കുക, ഒഫീഷ്യൽ മെയിൽ സപ്പോർട്ട് എടുക്കാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാനാവും. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ അയച്ചു, നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി തന്നു, നിങ്ങൾ ആ ട്രാക്കിംഗ് ഐ ഡി കണ്ടു, അത് അയച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ കഴിഞ്ഞ് 10, 15, 20 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന്റ് എനിക്ക് കിട്ടിയില്ല എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ചെടികളാകുമ്പോൾ ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ ചിലപ്പോൾ പല ഇഷ്യൂസ് ആവാം. കൊറിയർ ഓഫീസിൽ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പലരും നമ്പർ വെക്കും, നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചാൽ ആ നമ്പർ ഇൻകമിങ് ഇല്ലാത്ത നമ്പറായിരിക്കും. ചിലരൊക്കെ 9 നമ്പറൊക്കെയാണ് വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരത് റിട്ടേൺ ചെയ്യും. 4-5 ദിവസം വെച്ച് നോക്കിയിട്ട് റിട്ടേൺ ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് അയച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ട്രാക്കിംഗ് ഐ ഡി വരുന്നുണ്ടാവും. ട്രാക്കിംഗ് ഐ ഡി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൊറിയർ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ അത് കളക്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം. അപ്പോൾ തന്നെ നമുക്കതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ കൊറിയർ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യാനും ആ കൊറിയറിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനും നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനും പറ്റും. പകരം മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് നിങ്ങളുടെ കൊറിയർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓൺലൈൻ ഓർഡർ ചെയ്യുക. അല്ലാന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ ഔട്ട്ലെറ്റ് ഉണ്ട്, ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക. ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി തരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തവർ നമ്മുടെ വീഡിയോ അപ്ഡേഷൻസ് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഡിലേയോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.